പ്രിയമുള്ളവരെ, നമസ്കാരം. ജീവിതത്തിൽ പല പ്രോബ്ലംസ് എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ലേ? പരിഹാരമായി വിശ്വാസത്തോടെ ഈ മാനിഫെസ്റ്റേഷൻ ഒന്ന് ചെയ്തു നോക്കുക. വിശ്വാസമുള്ളവർ തുടർന്ന് കാണുക. നിങ്ങൾക്ക് ജീവിതത്തിൽ നടന്ന അത്ഭുതം കമന്റ് ചെയ്യുക. സെർബിയൻ അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ നിക്കോള ടെസ്ലയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. റിമോട്ട് കൺട്രോൾ, ടെസ്ല കോയിൽ തുടങ്ങിയ കണ്ടുപിടുത്തങ്ങൾക്ക് മാത്രമല്ല, ആത്മീയ പ്രബുദ്ധതയ്ക്കും പേരുകേട്ട ടെസ്ല 3, 6, 9 എന്നീ സംഖ്യകളെ ദിവ്യസംഖ്യകൾ ആയി രേഖപ്പെടുത്തി. 3, 6, 9 എന്നീ സംഖ്യകളുടെ മഹത്വം നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രപഞ്ചത്തിന്റെ താക്കോൽ നിങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞു. അതായത് 3, 6, 9 എന്നിവയുടെ ശക്തികളെ ബന്ധിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഉദാഹരണത്തിന്, നിങ്ങൾ എത്ര തവണ വിഭജിച്ചാലും ഫലം എല്ലായ്പ്പോഴും 3, 6 അല്ലെങ്കിൽ 9 ആയിരിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. പ്രപഞ്ചത്തിലും പ്രകൃതിയിലും മനുഷ്യന്റെ ബ്ലൂപ്രിന്റിലും ഈ 3 സംഖ്യകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. 3 എന്ന സംഖ്യ പ്രപഞ്ചവുമായുള്ള നേരിട്ടുള്ള ബന്ധമാണെന്നും 6 എന്ന സംഖ്യ നമ്മിൽ തന്നെയുള്ള ശക്തിയെ പ്രതിനിധീകരിക്കുന്നുവെന്നും 9 എന്ന സംഖ്യ നിഷേധാത്മക വികാരങ്ങൾ പുറത്തുവിടാൻ സഹായിക്കുന്നുവെന്നും പറയപ്പെടുന്നു. ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഓർക്കുക, വിശ്വസിക്കുക, നിങ്ങളുടെ ഏതാഗ്രഹം നടത്തി തരുവാനും നിങ്ങളുടെ ഉബോധമനസ്സിന് ശക്തിയുണ്ട്. ഘട്ടം 1. നിങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് തീരുമാനിക്കുക. അതായത് നിങ്ങളുടെ ആഗ്രഹം തീരുമാനിക്കുക. ആദ്യം നിങ്ങളുടെ ഡയറിയും പേനയും എടുക്കുക. അടുത്ത 33 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്. പേന കടലാസിലേക്ക് കൊണ്ടുപോകുന്നതിൽ യഥാർത്ഥ ശക്തിയുണ്ട്. അതിനാൽ ഡിജിറ്റൽ യുഗത്തിൽ അത് പഴയതായി തോന്നാമെങ്കിലും ലാപ്ടോപ്പിലോ ഫോണിലോ ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ എഴുതാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. 17 സെക്കൻഡ്. സാധാരണയായി ഏകദേശം 2 വാക്യങ്ങൾ ദൈർഘ്യമുള്ള വാചകങ്ങൾ ആഗ്രഹം അനുസരിച്ചു തിരഞ്ഞെടുക്കാം. എന്തുകൊണ്ട് 17 സെക്കൻഡ്? നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചിന്തയുടെ ഊർജ്ജം സൃഷ്ടിക്കാൻ തലച്ചോറിന് 17 സെക്കൻഡ് എടുക്കും. ഉദാഹരണത്തിന്, നമ്മൾ 17 സെക്കൻഡ് നിങ്ങൾ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്ത ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമ്മുടെ മസ്തിഷ്കം ആ ഊർജ്ജം കൂടുതൽ സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. അതിലൂടെ നിങ്ങൾ അവകാശപ്പെടുന്നതിലേക്ക് നിങ്ങളെ വിന്യസിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം നടക്കുവാൻ വേണ്ട കാര്യങ്ങൾ ഉബോധമനസ്സ് സാഹചര്യം ഉണ്ടാക്കി നൽകുന്നു. പണം, സ്നേഹം, വീട്, പുതിയ ജോലികൾ, മറ്റ് ആഗ്രഹങ്ങൾ എന്നിവ നടക്കുവാൻ ഈ സാങ്കേതികവിദ്യ ആളുകളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗ്രഹത്തിനും സുരക്ഷിതമായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പ്രപഞ്ചം ഒരു പരിധിയും വയ്ക്കുന്നില്ല. കൃതജ്ഞതയോടെ പ്രകടനം ആരംഭിക്കുക. വികാരങ്ങൾ ചേർക്കുക. എന്റെ ജീവിതത്തിലേക്ക് എന്ന വാക്കുകൾ ഉപയോഗിച്ച് അവസാനിപ്പിക്കുക. ഉദാഹരണത്തിന്, എന്റെ അക്കൗണ്ടിലേക്ക് 20 ലക്ഷം ആകർഷിക്കാൻ പ്രപഞ്ചം എന്നോടൊപ്പം യോജിച്ചതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അതിലൂടെ എന്റെ ജീവിതത്തിലേക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം, സന്തോഷം, ആവേശം എന്നിവ കൊണ്ടുവരുന്നു. നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന വികാരവും ഊർജ്ജവും വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ സ്വാതന്ത്ര്യം, സന്തോഷം, ആവേശം തുടങ്ങിയ ചലനാത്മകമായ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയുന്ന വാക്കുകളാണ്. മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. എന്റെ പ്രണയത്തെ ആകർഷിക്കാൻ പ്രപഞ്ചം എന്നോടൊപ്പം യോജിച്ചതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അതിലൂടെ എന്റെ ഹൃദയത്തിൽ സ്നേഹം, സന്തോഷം, സംതൃപ്തി, ആന്തരിക സമാധാനം എന്നിവയുടെ ആഴത്തിലുള്ള ഒരു ബോധം എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. 2 വാക്യങ്ങൾ എഴുതാൻ ഏകദേശം 17 സെക്കൻഡ് സമയമെടുക്കുമെന്ന് ഓർമ്മിക്കുക. നിങ്ങൾ ആകർഷിക്കാനും വർദ്ധിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ഊർജ്ജത്തിലേക്ക് നിങ്ങളുടെ വാക്കുകൾ വിന്യസിച്ചുകഴിഞ്ഞാൽ 369 ആവിഷ്കാര രീതിയുടെ 33 ദിവസങ്ങളിൽ ആദ്യത്തേത് ആരംഭിക്കാനുള്ള സമയമാണിത്. ഇനിയും പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. നമുക്ക് ആരംഭിക്കാം. ഘട്ടം 2. രാവിലെ 3 തവണ ഡയറിയിൽ എഴുതുക. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ തന്നെ നിങ്ങളുടെ ഡയറി എടുക്കുക. മുകളിൽ തയ്യാറാക്കിയ 17 സെക്കൻഡ് ദൈർഘ്യമുള്ള നിങ്ങളുടെ പ്രകടനത്തെ 3 തവണ എഴുതുക. നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഊർജ്ജത്തിലും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് എങ്ങനെ അനുഭവപ്പെടും എന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധനമാണ് ആഗ്രഹിച്ചത് എങ്കിൽ ധനവാൻ ആയാൽ ഉള്ള നിങ്ങളുടെ സന്തോഷം വിശ്വാസത്തോട് മനസ്സിൽ കാണുക. നിങ്ങളുടെ പേന നിങ്ങളുടെ ആഗ്രഹം കടലാസിൽ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം എത്തുന്നതും അത് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ക്ഷമയോടെ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുമെന്നും സങ്കൽപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മമിത്രം വരുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന സ്നേഹം സങ്കൽപ്പിക്കുക. അവ നിങ്ങൾക്കു വേണ്ടിയാണെന്ന് നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾക്കറിയാം. എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം വിട്ടേക്കുക. പ്രപഞ്ചം അതിന്റെ മാന്ത്രികത പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക.
നിങ്ങളുടെ പതിവ് ദിവസം ആരംഭിക്കുക. നിങ്ങളുടെ പ്രകടനത്തെ മുറുകെ പിടിക്കരുത്. നിങ്ങൾ വളരെ മുറുകെ പിടിച്ചാലുടൻ പ്രപഞ്ചം അഭാവവും നിരാശയും അനുഭവിക്കുന്നതിനാൽ നിങ്ങളുടെ പ്രകടനം ദൃശ്യമാകില്ലെന്ന് ഈ ഘട്ടത്തിൽ നമുക്കറിയാം. ഘട്ടം 3. ഉച്ചയ്ക്ക് 6 തവണ ഡയറിയിൽ എഴുതുക. അടുത്ത ഘട്ടം ദിവസത്തിന്റെ മധ്യത്തിലാണ്, ഒരുപക്ഷേ നിങ്ങളുടെ ഉച്ചഭക്ഷണ സമയത്ത്. നിങ്ങളുടെ ഡയറി വീണ്ടും എടുത്ത് മുകളിലുള്ള അതേ പ്രകടനം 6 തവണ എഴുതുക. വീണ്ടും മുമ്പത്തെ അതേ പ്രക്രിയ പിന്തുടരുക. അത് എങ്ങനെ അനുഭവപ്പെടുമെന്ന് ഊർജ്ജത്തിൽ മുഴുകുക. നിങ്ങളുടെ ആഗ്രഹത്തോടൊപ്പമാണെന്ന് സങ്കൽപ്പിക്കുക. ഞാൻ പ്രകടിപ്പിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എന്നെ തന്നെ പുഞ്ചിരിക്കാൻ നിർബന്ധിക്കും, കാരണം ഇത് തലച്ചോറിനെ നിങ്ങളുടെ മാനസികാവസ്ഥ ഉയർത്താനും സമ്മർദ്ദം തൽക്ഷണം കുറയ്ക്കാനും കബളിപ്പിക്കും. നിർബന്ധിത പുഞ്ചിരി ഉടൻ തന്നെ സ്വാഭാവികമായി മാറും, പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എഴുതുമ്പോൾ. വീണ്ടും സ്വതന്ത്രമായി നിങ്ങളുടെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക. ഘട്ടം 4. ഉറങ്ങുന്നതിനു മുമ്പ് 9 തവണ നിങ്ങളുടെ ആഗ്രഹം ഡയറിയിൽ എഴുതുക. ഒടുവിൽ ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ ഡയറി എടുത്ത് 9 തവണ നിങ്ങളുടെ ആഗ്രഹം എഴുതുക. ദിവസം മുഴുവൻ ഉപയോഗിച്ച അതേ രീതി പിന്തുടർന്ന്. പ്രാരംഭ 3 സ്ക്രിപ്റ്റുകൾ പ്രപഞ്ചത്തിലേക്കുള്ള ഉദ്ദേശ്യം സജ്ജമാക്കുക എന്നതായിരുന്നു. തുടർന്നുള്ള 6 സ്ക്രിപ്റ്റുകൾ അവയെ വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അവസാന 9 സ്ക്രിപ്റ്റുകൾ ഈ പ്രകടനത്തെ കല്ലിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഈ സാങ്കേതികവിദ്യ ഇത്രയധികം ആളുകൾക്ക് അവിശ്വസനീയമാംവിധം ശക്തമാണെന്ന് തെളിയിച്ചതിൽ അതിശയിക്കാനില്ല. 369 എന്ന പ്രകടന രീതി 33 ദിവസത്തേക്ക് 3x3 എന്നാൽ 9 അല്ലെങ്കിൽ 3+3 എന്നാൽ 6 എന്നതാണ്. എന്ത് മാജിക് സംഭവിക്കുന്നുവെന്ന് സ്വയം കാണുക. (369) എന്ന പ്രകടന രീതിക്കുള്ള നുറുങ്ങുകൾ പറയാം. നിങ്ങളുടെ പ്രകടനം ഇതിനകം നിങ്ങളുടേതാണെന്ന് വർത്തമാനകാലത്ത് സംസാരിക്കുന്നത് ഉറപ്പാക്കുക. ഞാൻ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് വേണം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കൈവശമില്ലാത്തതിനാൽ കൂടുതൽ കാര്യങ്ങൾ പ്രപഞ്ചത്തോട് നൽകാൻ പ്രേരിപ്പിക്കുന്നു. വർത്തമാനകാലത്ത് സംസാരിക്കുക. നിങ്ങളുടെ പ്രകടനം നിങ്ങളുടേതാണെന്ന് അറിയുക. വിശ്വസിക്കുക. അതിന് തടസ്സങ്ങളും മറ്റ് പ്രോബ്ലംസ് തനിക്ക് ബാധകമല്ലെന്നറിയുക. 2. മുകളിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കരുത്. എങ്ങനെ, എപ്പോൾ എന്നിവ പരിഗണിക്കേണ്ട കാര്യമല്ല. ഇവിടെയാണ് ദിവ്യസമയം പ്രസക്തമാകുന്നത്. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ആഗ്രഹം സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അത് നിങ്ങളുടേതായിരിക്കുമെന്ന് അറിയുക. 3. 33 ദിവസങ്ങൾ അവസാനിക്കുന്നതിന് വളരെ മുമ്പുതന്നെ നിങ്ങളുടെ പ്രകടനം പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുക. വീണ്ടും നിങ്ങൾ അവ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് ദിവ്യസമയം ഉറപ്പാക്കും. നിങ്ങൾ 33 ദിവസത്തിന്റെ അവസാനത്തിലെത്തുകയും നിങ്ങൾ ഇപ്പോഴും മാന്ത്രികത പ്രത്യക്ഷപ്പെടാൻ കാത്തിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രതീക്ഷ ഉപേക്ഷിക്കരുത്. ഇത് പ്രപഞ്ചത്തിലേക്ക് വിടുക. നിങ്ങൾ അത് അവകാശപ്പെട്ടതിനാൽ ഇത് ഉടൻ നിങ്ങളുടേതാകുമെന്ന് വിശ്വാസത്തിൽ ഇരിക്കുക. 4. സ്ഥിരത പുലർത്തുക. ഇത് ശരിക്കും പ്രവർത്തിക്കണമെങ്കിൽ ഓരോ ദിവസവും രാവിലെ 3 തവണയും ലക്ഷ്യം നേടുന്നതിന്റെ വികാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉച്ചഭക്ഷണത്തിനിടയിലോ ഉച്ചകഴിഞ്ഞോ ഒരേ സ്ഥിരീകരണം 6 തവണ എഴുതുക. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് 9 തവണയും എഴുതാൻ നിങ്ങൾ സമയം നീക്കിവയ്ക്കണം. മറക്കാതിരിക്കാൻ ഒരു അലാറം സജ്ജമാക്കുക. ഇത് ഒരു മുൻഗണനയാക്കാൻ നിങ്ങളുടെ ഷെഡ്യൂളിൽ സമയം കണ്ടെത്തുക. നിങ്ങൾ അതിൽ ഖേദിക്കേണ്ടിവരില്ലെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. 5. 369 എന്ന മാനിഫെസ്റ്റേഷൻ രീതിയിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങൾക്ക് നിഷേധാത്മകതയോ സ്വയം സംശയമോ ഉള്ളിൽ കടന്നുവരുന്നതായി തോന്നിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങളുടെ ഊർജ്ജം പൊരുത്തപ്പെടുത്താൻ നിങ്ങൾ പാടുപെടും. തീർച്ചയായും വിശ്വസിച്ചാൽ നടക്കുന്ന പല വിഷയങ്ങൾ അടങ്ങിയ വീഡിയോസ്, ഏകദേശം 170-ലധികം വീഡിയോസ് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാം. പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനും ഈ ചാനൽ ശ്രമിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുക. വീഡിയോ സ്കിപ്പ് ചെയ്തവർ ഒരുപാട് ഉണ്ടാവും. മനസ്സിലാക്കിയവർ തീർച്ചയായും അവരുടെ ആഗ്രഹങ്ങളിൽ വിജയിക്കുന്നതാണ്. ചാനൽ ഉപകാരം എങ്കിൽ പ്രിയമുള്ളവരെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും സംസാരിക്കാം.